ക്ഷമിക്കണോട്ടോ, വിട്ടുപോയി. നമ്മുടെ അന്നമ്മയുടെ അമ്മ അവിടെ വന്നിട്ടുണ്ട്. ആരാ അമ്മ? നമുക്കെല്ലാവർക്കും സുപരിചിതയായിട്ടുള്ള നമ്മുടെ പൊന്നമ്മ ചേച്ചി, പൊന്നമ്മ ബാബുവിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്ന് മലയാളക്കരയ്ക്ക് അത്രയും പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ ഡോക്ടർ രഞ്ജിത്ത് സാർ അവർ ഇവിടെ എത്തിയിട്ടുണ്ട്. ആദരപൂർവ്വം രഞ്ജിത്ത് സാർ അവരെ സ്വാഗതം ചെയ്യുന്നു. അടുത്തത്, ഏത് പരിപാടിക്കും അതിനൊരു വിശിഷ്ട അതിഥി ഉണ്ടാവും. ആ വിശിഷ്ടാതിഥി വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. പ്രധാനപ്പെട്ട ഒരു കർമ്മം ഭദ്രദീപം കൊളുത്തുക എന്നുള്ളതാണ്. നമുക്ക് അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യാം. ശ്രീ അജയ് തറയിൽ. ഭദ്രദീപം തെളിയിക്കുന്നതിനായി നമ്മുടെ എല്ലാവരുടെയും ചിരപരിചിതമുള്ള മുഖം നാസർ ലത്തീഫ് സാർ അവരെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ശ്രീ ജിജി ജോസഫ് ന്യൂനപക്ഷ മോർച്ച സ്റ്റേറ്റ് പ്രസിഡന്റാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ഭദ്രദീപം കൊളുത്തുന്നതിന്. അതുപോലെ നിർമ്മാതാവും ഡിസ്ട്രിബ്യൂട്ടറുമായ ശ്രീ രാമകൃഷ്ണൻ അവരെ ആദരപൂർവ്വം ഭദ്രദീപം കൊടുത്തതിനായി ക്ഷണിക്കുകയാണ്. കാലം മുതലുള്ള സുഹൃത്താണ്. സിനിമയിൽ കൂടിയാണ് ചേച്ചി കണ്ടിട്ടുണ്ട്, എറണാകുളത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. വേറെ പിന്നെ എല്ലാവർക്കും ഈ ടീം അംഗങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ നേരുന്നു. സിനിമ ഒരു വലിയ വിജയമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനൊരു സിനിമ വളരെയധികം കാണുന്ന ഒരാളാണ്. 18 സിനിമ കണ്ട മാസം കൊണ്ട് സ്വീകരിക്കുന്ന സമയത്തൊക്കെ വളരെയധികം കിട്ടുന്ന സമയം, നമ്മൾ എൻജോയ് ചെയ്യാൻ കിട്ടുന്ന സമയം വളരെയധികം ഉപയോഗിക്കുന്നതാണ്. ഇപ്പോഴും കിട്ടിയ സിനിമ കാണുന്ന ആളാണ്. തീർച്ചയായിട്ടും അപ്പുറത്തേക്കും ടീമിനും അതുപോലെ ഈ ക്രൂസിന് എല്ലാവർക്കും എല്ലാ വിജയവും വിജയത്തിനും ഉണ്ടാകട്ടെ എന്ന്. പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആ പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. വേറെ ചില പടങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ ഈ കൂട്ടുകാരുടെയും പ്രൊജക്റ്റിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ കൂട്ടുകാരനൊരു നല്ലൊരു വിജയം ആശംസിക്കുന്നു. ഇതിനോടൊപ്പം എൻ്റെ മകനുണ്ട്. ഞാൻ വേണ്ടിയിട്ട് ചെറിയ കൂട്ടുകാരനായിട്ട് അഭിനയിക്കുന്ന മകനാണ്. മറ്റൊരു ചെറിയ വേഷം കൂടി ഞാനും കൂടി ചെയ്യുന്നുണ്ട്. ഈ പടത്തിന് എല്ലാവിധ നന്മകളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അങ്ങനെ ആ ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റും അതിന്റെ പ്രൊഡ്യൂസേഴ്സും ഡയറക്ടറും എല്ലാവരും കൂടി ഒത്തുചേർന്ന ഒരു സംരംഭമാണ് ഇതിന്റെ വിജയം എന്ന് പറയുന്നത്. ഇന്ന് നിങ്ങൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ പൂജാവേദിയിലാണെങ്കിൽ ഇതുപോലെ തന്നെ ഈ സിനിമയുടെ വിജയത്തിന്റെ ചടങ്ങിലും നിങ്ങൾ എല്ലാവരും ഇതുപോലെ തന്നെ സന്തോഷപൂർവ്വം ഞങ്ങളോടൊപ്പം ചേരുമെന്ന് ഞങ്ങൾ മനസ്സിൽ തട്ടി, ഞാൻ മാത്രമല്ല കൂടെയുള്ള എല്ലാവരും മനസ്സിൽ തട്ടി ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഈ സിനിമയുടെ വിജയ ചടങ്ങിലും ഇതുപോലെ തന്നെ എല്ലാവരും ഒത്തുചേർന്ന് പങ്കെടുക്കണമെന്ന് ഞാൻ മനസ്സിൽ തട്ടി നിങ്ങളെ എല്ലാവരും അങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ്. ഈ പടം ഒരു വലിയ വിജയമായി മാറും. ഞാൻ ഉദ്ദേശിച്ചത് പൊന്നുമാണ് ആ ടൈറ്റിൽ ക്യാരക്ടർ ചെയ്യുന്നതാണ്. ഇവിടെ വന്നപ്പോ സസ്പെൻസ് ഒന്ന് മാറി. എനിവേ ഒരു കാര്യം ഇതിനകത്ത് നോട്ട് ചെയ്യാം. തലയുടെ പിന്നിൽ കണ്ടില്ലേ ഒരു ചക്രം, അതൊരു പുണ്യാളത്തേക്കുള്ള ഒരു ചക്രമാണ്. അത് അറിയാണ്ട് വന്ന് കയറിയതാണ്. അപ്പൊ അവിടെ തന്നെ നല്ലൊരു മനസ്സിന്റെ ഉടമയാണെന്ന് തെളിയിക്കുന്നുണ്ട്. പിന്നെ ഇതിനോട് ബന്ധപ്പെട്ട എല്ലാവരും നല്ല നല്ല മനുഷ്യരിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ പഴയതായിട്ട് അറിയുന്ന എന്റെ വളരെ അടുത്ത് ഞാൻ സ്നേഹിക്കുന്ന ഒരു സഹോദരൻ ജോസ് വരാപ്പുഴ, അപ്പൊ 10-30 വർഷമായിട്ട് എനിക്കറിയാം. സത്യസന്ധനും വളരെ ഒരു പ്രൊഡ്യൂസറിന് വേണ്ടി പണിയെടുക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. അത് ഞാൻ ഉള്ള കാര്യം സത്യമായിട്ട് പറയാം. വിളിച്ച ആശംസ പറയാം. നന്ദി പറഞ്ഞ ആദ്യം തന്നെ പ്രൊഡ്യൂസറും ഞാനുണ്ട് സിനിമയിൽ എല്ലാവർക്കും നന്ദി ആശംസ. എന്തായാലും സന്തോഷം ഇങ്ങനൊരു ചടങ്ങിൽ സംബന്ധിക്കാൻ കഴിഞ്ഞതിൽ. അന്നമ്മയ്ക്കും പിള്ളേർക്കും അതിലത്തെ എല്ലാ ക്രൂവിനും ഡയറക്ടർക്കും ഹരിപ്പാട് ഹരിയണ്ണനും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. പടം വലിയൊരു വിജയമായി തീരട്ടെ. പ്രേക്ഷകര് എന്താ പറയുക, എല്ലാവരും നമ്മുടെ പടത്തോടൊപ്പം ഉണ്ടായിരിക്കണം. നമ്മുടെ ഡയറക്ടർ മനോജ് മണിയാണ് ഡയറക്റ്റ് ചെയ്യുന്നത്.
അപ്പം മനോജ് മണിക്കും ഹരിലാലും നമ്മുടെ അന്നമ്മയും മക്കളും ഞാൻ അഭിനയിക്കുന്ന നമ്മുടെ പടത്തിന് ഞാൻ എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. വിനോദ് ഐസക്കും ലിജോയുമാണ്. സംവിധായകൻ മനോജ് മണിയാണ് ഒപ്പമുള്ളത്. ക്യാമറമാനാണ് അപ്പം ഞങ്ങളെ വളരെ ഗംഭീരമായി ഞങ്ങളുടെ ചാനൽ കാണാൻ സാധിച്ചിരിക്കുകയാണ്. എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനയും തുടർന്നും എല്ലാവരുടെയും ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഫെബ്രുവരി 2nd വീക്ക് ഷൂട്ട് തുടങ്ങാനാണ് ഞങ്ങളുടെ ആഗ്രഹം. ദൈവം അനുഗ്രഹിച്ച് എല്ലാം ഭംഗിയായി നടക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ അരമണിക്കൂർ കഥ കേട്ടതിന് ശേഷം ഞാൻ അച്ഛനെ പറയട്ടെ. അതായത് ഒരു ഫാമിലി എൻ്റർടൈനർ എന്ന് നമ്മൾ സാധനം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഫാമിലി എൻ്റർടൈനർ മാത്രമല്ല, പ്ലസ് ഒരു ത്രില്ലർ ജോണർ കൂടിയാണ്. അതായത് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ചില അനിഷ്ടമായിട്ടുള്ള സംഭവങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി അതിനെ എങ്ങനെ മാനേജ് ചെയ്ത് നമുക്ക് റിക്കവർ ചെയ്ത് തിരിച്ച് നമ്മുടെ സമൂഹത്തെ തിരിച്ച് പിടിക്കാമെന്നുള്ള ഒരു മെസ്സേജ് കണ്ടിട്ടുണ്ട് ഇതിനകത്ത്. ഇതിനൊരു പ്രേക്ഷകർക്ക് ഒരു മെസ്സേജ് കൊടുക്കുന്നത്. പിന്നെ ഈ അന്നമ്മ എന്ന് പറയുന്ന ക്യാരക്ടർ ചുറ്റുപറ്റി നിൽക്കുന്ന എല്ലാവരും നമുക്ക് നമ്മുടെ കുടുംബത്തിലുള്ള അംഗങ്ങളെ പോലെ അവരുടെ ഓരോ ക്യാരക്ടേഴ്സ് പോലെ തോന്നിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റും കണ്ടന്റുകളും എല്ലാം അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അത് നല്ല രീതിയിൽ തന്നെ വിശദാംശീകരിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് എത്താനും അത് നിങ്ങളത് നല്ല രീതിയിൽ നല്ല മനസ്സോടുകൂടി അത് ഏറ്റെടുത്ത് വിജയമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. പിള്ളേരും എന്ന് പറഞ്ഞ ഈ മൂവിയുടെ കുറച്ച് കാലത്ത് ഞങ്ങളുടെ ഒരു ഒരുപാട്, അതായത് അരിപ്പാട് എന്നുള്ള സ്ക്രിപ്റ്റ് റൈറ്റർ ഞങ്ങളെല്ലാം കൂടി ടീം വർക്കായിട്ട് കുറച്ച് കാലത്ത് ഞങ്ങളുടെ ഒരു പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് ഇന്നിപ്പോൾ ഈ പൂജാവേള കഴിഞ്ഞ ഒരു അവസ്ഥയിലെത്തിയിരിക്കണം. എന്തായാലും ഈ ഒരു മൂവി നമുക്കൊരു വലിയൊരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഈ മൂവി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ എല്ലാ ആൾക്കാരുടെയും ആശീർവാദം അനുഗ്രഹം എല്ലാം ഇതിലുണ്ടാവും എന്നുള്ള 100% പ്രതീക്ഷയോടുകൂടി നമ്മൾ കൂടുതൽ ഇതിൻ്റെ ഡയറക്ടറായ മനുവുണ്ട്, അതിൻ്റെ ക്യാമറ ടോണിയുണ്ട്, നമ്മൾ ഡിജോ ഓട്ടോ, നമ്മൾ ഓർഗനൈസായിട്ടുള്ള ഡിജോ ഓട്ടോ, ഞങ്ങളെല്ലാവരും ഒരുപാട് ആൾക്കാരുടെ പ്രയത്നമാണ്. എല്ലാവരുടെയും ആശീർവാദം അനുഗ്രഹിച്ച് എൻ്റെ ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കും ശേഷം വീണ്ടും ഒന്നിക്കുന്ന ഞാൻ ഇതിനു മുന്നേ 2 മൂവി ചെയ്തതാണ്. ഒന്ന് പാട്ടുപുസ്തകം എന്ന് പറഞ്ഞ മൂവി, അടുത്തത് എപ്പോഴും സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞ മൂവി ചെയ്തതാണ്. ഇത് 3ാമത്തെ എൻ്റെ മൂവിയാണത്. എല്ലാവിധ വിജയം ഞാൻ ഇതിനകത്ത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാനിത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സംരംഭത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ആദ്യമായിട്ട് ഓർമ്മ വരുന്നത് ഈ ഡിവൈൻ ഫിലിംസിനെ കുറിച്ചാണ്. ഈ ഡിവൈൻ ഫിലിംസിന്റെ ആരംഭം ശരിക്കും കുറിച്ചത് ഞാനാണ്. അതായത് ഡിജു വിനോദ്, അതിൻ്റെ ഒരു ബാനറായിട്ട് ഞങ്ങൾ നിർമ്മിച്ചതാണ് ഡിവൈൻ ഫിലിംസ്. ഡിവൈൻ ഫിലിംസ് ഓൾറെഡി കൂടുതൽ പടങ്ങൾ ഇറങ്ങി. അതിൻ്റെ അടുത്തൊരു പ്രൊജക്റ്റായിട്ട് ഈ ഒരു പടം അന്നമ്മയും പിള്ളേരും എന്നുള്ള ഈ പ്രൊജക്റ്റ് അത് തന്നെ കുറച്ചധികം വർഷങ്ങൾ ഹരിലാൽ സാറിൻ്റെ ഒരു വലിയ പ്രയാസത്തിൻ്റെ ഫലമായിട്ട് വന്നിരിക്കുന്ന ഒരു നല്ലൊരു സ്ക്രിപ്റ്റാണ്. ആ ഒരു സ്ക്രിപ്റ്റിനെ ഈ ഒരു ടീം ഒരു ചലച്ചിത്രമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനായിട്ടുള്ള കഠിന പരിശ്രമത്തിൻ്റെ തുടക്കം ഇന്ന് ആരംഭിക്കുകയാണ്. റോണി, ഞാൻ ഇതിൻ്റെ ക്യാമറമാനാണ്. ഡയറക്ടർ മനോജ് എൻ്റെ വേറെ ഒരുപാട് സിനിമയായിട്ടുണ്ട്. ഇൻഡിപെൻഡൻ്റ് ചെയ്യുന്ന പടമായിട്ട് ഫസ്റ്റ് പടം അതിൽ ഛായാഗ്രഹണ വളരെ സന്തോഷമുണ്ട്. പിള്ളേരുള്ള ചിത്രം വലിയ വിജയമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് പ്രേക്ഷകരുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകുന്നു.